പണ്ട് മദ്രസയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞ കഥകളിലെ സ്ഥലങ്ങളൊക്കെ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് മദീനത്തേക്ക് ട്രെയിൻ എടുത്ത് പോണ വഴികളിലെ സീൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ മരുഭൂമി മലകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പ്രവാചകന്മാരുടെ കഥകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് തലയിൽ കൂടെ മിന്നിമായിരുന്നു കേട്ടോ. ഒരു വർഷത്തെ വാലിഡിറ്റി ഉള്ള മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വീസ് എടുത്തിട്ടാണ് ഞാൻ സൗദി അറേബ്യക്ക് വന്നത്. നീണ്ട 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ മദീനത്ത് ചെന്നിറങ്ങി. റിയാദിൽ നിന്ന് ഉംറക്ക് വരുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മദീനത്തേക്ക് എത്തിയത്. അവിടുന്ന് വീണ്ടും ടാക്സി എടുത്തിട്ട് ടീം പറഞ്ഞ അക്കോമഡേഷനിലേക്കാണ് ഞാൻ പോണത്. അങ്ങനെ ചരിത്രങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള അതിപ്രശസ്തമായ മദീനയിൽ ഞാൻ എത്തിക്കുകയാണ്. മുഹമ്മദ് നബി അന്തിയുറങ്ങുന്ന മദീനയിൽ. ഗ്രൂപ്പിലും ഞാൻ ഒറ്റക്കായ കാരണം ഒരു കംപ്ലീറ്റ് റൂമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. റൂമിലെത്തി ഫ്രഷ് ആയി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ മസ്ജിദുൻ നബവിക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് പോണ വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. കച്ചവടക്കാരെ കൊണ്ടും പിൽഗ്രിംസിനെ കൊണ്ടും വഴി മൊത്തം തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞാൻ റൗള ഷെരീഫിന്റെ അടുത്തെത്താനായി. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇമോഷണൽ ആണെങ്കിൽ കൂടെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ദി ലാസ്റ്റ് പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന റൗള ഷെരീഫ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മൊമെന്റാണിത്.